ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് പറഞ്ഞാൽ ഒന്ന് നമുക്ക് മെയിൻ സ്റ്റാൻഡ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ പിന്നെ കൂരി കെട്ടാച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് 100% ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ വന്ന ബേസ് ഉണ്ടല്ലോ, ബേസ് ഒരു അല്പം കടയ്ക്ക് അകന്നു വന്നേക്കാം. അതുകൊണ്ട് തന്നെ ചെരിവ് കൂടുതലുണ്ട്. അതിപ്പോൾ നമുക്ക് ചേസുമ്പോൾ വന്ന പാർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു ചേസുമ്പോൾ വന്ന പീസ് ആയതുകൊണ്ട് നമുക്ക് 100% അതുമേ ക്ലിയർ ചെയ്യൽ നടക്കില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു. ചെയിനൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഞ്ചിൻ ഓയിൽ ഓക്കെയാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഓയിലാണ്. ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്കിൻ്റെ നമുക്ക് ഈ MC സബ്ബാണ് കംപ്ലയിൻറ്റ്. ആ MC യൂണിറ്റ് മാറണം. അതേപോലെ തന്നെ ആ സെറ്റപ്പടി മാറ്റാം. കാരണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം പഴക്കമുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതെന്തെങ്കിലും തേയ്മാനം വന്നാൽ റിപ്പയർ കിറ്റ് മാത്രം മാറ്റിയിട്ട് കയറി അത് നിൽക്കില്ല സംഭവം. അപ്പോൾ അത് നമുക്ക് ഫുൾ സെറ്റ് മാറ്റാം. അതേപോലെ തന്നെ അടിയിലേക്ക് വരുമ്പോൾ കാളിപ്പർ യൂണിറ്റ് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. ഫുള്ള് ക്ലീൻ. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം ചെളി പോലെ അതിൻ്റെ ഉള്ളിലുണ്ട് മൊത്തത്തിൽ, കണ്ട. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പിസ്റ്റണും അതിൻ്റെ ആ പിസ്റ്റൺ സീലും മാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിസ്റ്റൺ സീൽ എന്ന് പറയുമ്പോൾ ഈ വന്ന ഐറ്റം കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബ്രേക്ക് പാഡൊക്കെ നമുക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പാഡ് ഇത് യൂസ് ചെയ്യാം. പക്ഷേ MC സബ് അസംബ്ലിയും പിസ്റ്റൺ സീല് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അത്ര കേസ് ചെയ്ത് നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം.